പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ എൻ്റെ വണ്ടി സ്വന്തമായിട്ട് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പെയിൻറ്റും അതിനോടനുബന്ധിച്ച കുറേ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെയൊക്കെ വിലയൊക്കെ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾക്കറിയേണ്ടത് ബ്രഷ് കൊണ്ട് വണ്ടി പെയിൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ബ്രഷ് കൊണ്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഡീപ്പായിട്ടുള്ള സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ നമ്മൾ വണ്ടിയുടെ ഏതാണോ കളറ് ഒന്നെങ്കിൽ വണ്ടി കൊണ്ടുപോവുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീസ് ഇളക്കി കൊണ്ടുപോവുക. എൻ്റെ വണ്ടിയുടെ കളറ് ഷാമ്പെയിൻ ഗോൾഡാണ്. ഇത് കൊണ്ടുപോയതിന് ശേഷം മാച്ച് ആകുന്ന കളറ് വാങ്ങിച്ചതിന് ശേഷം ആ കളറ് ഈ ബ്രഷല്ല, ഇതിലും ചെറിയ ബ്രഷുണ്ട്, പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ചെറിയ ബ്രഷുണ്ടല്ലോ, അത് ഈ കടകളിൽ ഈ സാധനം കിട്ടും. ഈ കടയിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം വാങ്ങിച്ചത്, ഒരു കടയിൽ നിന്ന് തന്നെയാണ്. അത് എടുത്തതിന് ശേഷം തൊട്ടിട്ട് തേക്കില്ല, ഇങ്ങനെ നമ്മൾ പെയിൻറ്റിൽ മുക്കിയതിന് ശേഷം ഇങ്ങനെ ടച്ച് ചെയ്ത് പോവുക. അങ്ങനെയാണ് എനിക്ക് കടയിൽ നിന്ന് പറഞ്ഞു തന്നത്. ഇതാണിപ്പോൾ പെയിൻറ്റ്. ഈ പെയിൻറ്റിൽ കണ്ടോ ടെക്സ്റ്റേഴ്സ് ഉണ്ട്, ഇതിന് കുറേ ഈ തിളക്കത്തിൻ്റെ പൊടികളൊക്കെ പോലെയുള്ള സംഭവങ്ങൾ. ഇത് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ആ തേക്കുന്ന ഭാഗത്തിൽ ഇങ്ങനെ അതിൻ്റെ ടെക്സ്റ്റേഴ്സ് ഇങ്ങനെ ഈ കളറ് കിട്ടത്തില്ല. ഇതിങ്ങനെ മിക്സായിട്ട് വരും, ഇടയ്ക്ക് ബ്ലാക്ക് പോലെയൊക്കെ തോന്നിക്കുന്ന രീതിയിൽ. അവിടുന്ന് പുള്ളിക്കാരനെ ഇതിനകത്ത് ഒന്ന് തൊട്ടതിന് ശേഷം ഇങ്ങനെ വരച്ച് കാണിച്ചായിരുന്നു, ശരിക്കും മനസ്സിലാകാൻ വേണ്ടി. ഇതൊക്കെ ചോദിച്ചറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ബാക്കി പെയിൻ്റ് അടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വണ്ടി വൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് കൊണ്ട് അടിക്കാവുന്നതാണ്. കുറച്ച് തിന്നറൊക്കെ കൂട്ടി ഇട്ടതിന് ശേഷം ബ്രഷ് ഉപയോഗിച്ച് ഇതല്ലെങ്കിൽ കുറച്ചും കൂടി വീതിയുള്ള ഈ ബ്രഷ് ഹൈ ക്വാളിറ്റി ബ്രഷാണ്, സാധാരണ ബ്രഷല്ല, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇതിന് 30 രൂപയ്ക്കാവും വില. അതുണ്ടോ, നല്ല ഫൈനായിട്ടുള്ള. ഇത് അടിക്കലുണ്ടല്ലോ, ചെറിയ വർക്കുകളൊക്കെ അടിക്കലുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കടയിൽ തന്നെ ഇതെല്ലാം കൊണ്ടുവച്ചിരിക്കുന്നത്. 2 ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 2000-ൻ്റെ പേപ്പർ. 2000-ൻ്റെ പേപ്പറിന് എത്രയാണ് വരുന്നത്? 40 രൂപ വരുന്നുണ്ട് കേട്ടോ, 2000-ൻ്റെ പേപ്പറിന്. ഇതിനൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ, 30 രൂപ 35 രൂപ ഉള്ളൂ ബ്രഷിന്. ആദ്യം വാങ്ങിയത് നമ്മൾ PS ഗ്രേ ആണ്, അതായത് പ്രൈമർ. ഇത് ഓട്ടോമോട്ടീവ് പ്രൈമറാണ്, നമ്മൾ പെയിൻറ്റ് അടിക്കുന്നതിന് മുമ്പ് അടിക്കേണ്ട പ്രൈമർ. 200 ml ആണ്. ഇതിൻ്റെ വില വരുന്നത് 80 രൂപയാണ്. നമ്മൾ സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രൈമർ, സാധാരണ ഉപയോഗിക്കുന്ന പ്രൈമറാണെങ്കിലും അതിന് ഏകദേശം ഇതേ വില തന്നെയാണ്. ഇത് ഓട്ടോമോട്ടീവിന് ഉപയോഗിക്കുന്ന പ്രൈമർ ആണെന്ന് മാത്രം. പ്രൈമർ വാങ്ങിച്ചു. അതേപോലെ തന്നെ ഇത് NC പുട്ടിയാണ്, ബോഡി ഫിൽറ്റർ. സാധാരണ പുട്ടിയല്ല, NC പുട്ടി. ഇതിന് നമ്മൾക്ക് ഹാർഡനർ മിക്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഡയറക്റ്റ് NC ബ്ലേഡിൽ എടുത്തിട്ട് തേക്കുക. അതായത് ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, ഈ ഡോർ പാഡിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ നഖമൊക്കെ കൊണ്ട പാട്, അല്ലെങ്കിൽ റോഡ് സൈഡിലെ ചപ്പൊക്കെ കൊണ്ടിട്ട് വരഞ്ഞ പാടുകൾ, അതൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി, ചെറിയ പാടുകളൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി NC പുട്ടി. ഇതിനും 80 രൂപയാണ്. ഇത് 200 ml ആണ്. ഇതിൻ്റെ 50-ൻ്റെ 100-ൻ്റെ ഉണ്ട്. 100-ൻ്റെ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അതിന് ഏകദേശം 50 രൂപ വില വരും. അതിലും നല്ലത് ഇതേ ഉണ്ടായിരുന്നുള്ളൂ. 200-ൻ്റെ വാങ്ങിച്ചൊരെണ്ണം. ഇത് പിന്നീട് നമ്മൾക്ക് എന്തെങ്കിലും വുഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ അതിനും വേണമെങ്കിൽ ഉപയോഗിക്കാം ഈ സാധനം. പിന്നെ പുട്ടി ബ്ലേഡാണ്, 3 എണ്ണം ഞാൻ വാങ്ങിച്ചു. ഇതിന് 2 രൂപ 3 രൂപ 4 രൂപ 8 രൂപയ്ക്കാണ് വില വരുന്നത്. ഏറ്റവും ചെറുത് ഒരെണ്ണം വാങ്ങിച്ചു, മീഡിയം ഒരു വലുത്. ഇതിൽ കോരി എടുത്തതിന് ശേഷം നമുക്കിതിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റാൻ. പിന്നെ ഇതിലുപയോഗിക്കേണ്ട തിന്നർ എന്ന് പറയുന്നത് NC തിന്നറാണ്. NC തിന്നർ. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കടകളിൽ മിക്സ് ചെയ്യുന്ന തിന്നർ, അതും സെയിം തന്നെയാണ്. അതിനും എല്ലാം ഒരേ വിലയാണ്. ഇത് 1/2 ലിറ്ററാണ്, 125 MRP കാണുന്നുണ്ട്. ഇതിന് നമ്മൾക്കായത് 70 രൂപയാണ് കേട്ടോ. നോക്കട്ടെ, NC തിന്നർ. ഇതിനായത് 80 രൂപയാണ്, ഏറ്റവും ലാസ്റ്റാണ്, 80 രൂപയാണ്. ഇത് നമ്മൾ ഈ NC തിന്നർ മിക്സ് ചെയ്യേണ്ടത് ഇതിനകത്താണ്, നമ്മുടെ പ്രൈമറിൽ. ഇത് വേറെ PU തിന്നറാണ്. പിന്നെ വാങ്ങിച്ചത് നമ്മൾക്ക് ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റി ഞാൻ വാങ്ങിച്ച കടയിൽ 50 ഗ്രാമാണ് തരുന്നത്. ഇതാണ് കളറ് മിക്സ് ചെയ്ത് തന്നിരിക്കുന്നതാണ്. ഇത് ഞാൻ പാക്ക് ചെയ്ത് ഇങ്ങനെ തന്നെ വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഗണ്ണ് വരാൻ കുറച്ച് താമസമുണ്ട്, അതുകൊണ്ടാണ്. ഗമ്മ് വന്നതൊന്ന് ഡിഫക്റ്റാണ്, അത് ഞാൻ റീപ്ലേസ് കൊടുത്തിട്ടുണ്ട്, അത് വരും. ഇത് കളർ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് 100-ൻ്റെ ഡബ്ബിയാണ്.
ഞാനിതിനകത്ത് 50 വാങ്ങിച്ച്, ബാക്കി തിന്നർ ഒഴിച്ച് 1:1 എന്നാണ് പറഞ്ഞത്. ബാക്കി നമുക്ക് തിന്നർ ഒഴിച്ചെടുക്കാമല്ലോ അതിന് വേണ്ടി. ഇതിൽ ഉപയോഗിക്കേണ്ട കളറിൽ ഉപയോഗിക്കേണ്ട തിന്നർ എന്ന് പറയുന്നത് PU തിന്നറാണ്. PU തിന്നർ നല്ല വിലയുണ്ട്. PU തിന്നർ ഇത് 284 എന്നാണ് കാണുന്നത്. അപ്പോൾ ഞാനിത് 600 ml ഉണ്ട് ഈ സാധനം. 600 ml-ന് 150 രൂപയായി കേട്ടോ ഇതിന്. പിന്നെ നമ്മൾ ക്ലിയർ കോട്ടിന് വേണ്ട സാധനങ്ങൾ, ക്ലിയറും വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ ഹാർഡനറും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് തരുന്നത് 50 ഗ്രാമാണ്. 50 ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിന് മിക്സ് ചെയ്യാനുള്ള ഹാർഡനറും വാങ്ങിച്ചിട്ടുണ്ട്. ഈ PU തിന്നർ തന്നെയാണ് ഇതിനകത്ത് ഒഴിക്കേണ്ടത്. മൊത്തം 753 രൂപ ആയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ചേർത്ത്, ഈ പുട്ടി ബ്ലേഡും ബ്രഷും എല്ലാ സാധനങ്ങളും കൂടി ചേർത്ത്. അപ്പോൾ നിങ്ങളുടെ വണ്ടി ഏത് സാധാരണ ചെറിയ സ്ക്രാച്ചുകളൊക്കെയാണ്, ഡീപ്പായിട്ട് വല്ല കമ്പി കുറഞ്ഞ സ്ക്രാച്ചൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രഷിന് അടിക്കാവുന്നതാണ്. ഇതിലും ചെറിയ പെയിൻറ്റിങ് ബ്രഷ് ഉണ്ടല്ലോ, നമ്മൾ വാട്ടർ കളറൊക്കെ ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷ് ഉണ്ടല്ലോ, അത് ഈ 3 സാധനങ്ങൾ വാങ്ങിക്കാം. വേറൊരു പ്രശ്നമുണ്ട്, ഈ ക്ലിയർ വന്നിട്ട് നമ്മൾക്ക് ബ്രഷ് കൊണ്ട് അടിക്കാൻ പറ്റത്തില്ല. ക്ലിയർ ഞാൻ ചോദിച്ചായിരുന്നു, ക്ലിയർ ഇങ്ങനെ അവിടെ ഉരുണ്ട് കൂടി ഇങ്ങനെ മുളച്ചിരിക്കും. അപ്പോഴേ ക്ലിയർ അടിക്കേണ്ട സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, ബോട്ടിൽ വാങ്ങിക്കുക. 1Kയുടെയോ 10Kയുടെയോ 2Kയുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലിയർ കിട്ടും, അത് വാങ്ങിച്ച് അടിച്ചാൽ മതി. അത്രയും ഭാഗം മാസ്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെറിയ ബ്രഷ് ഉപയോഗിച്ച് ഏതാണോ വണ്ടിയുടെ കളർ വാങ്ങിച്ചതിന് ശേഷം കളർ തൊട്ട് ടച്ച് ചെയ്ത് പോവുക, തേക്കരുത്. ടച്ച് ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് അതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷം ജസ്റ്റ് 2000-ൻ്റെ പേപ്പർ ഇട്ട് ഒന്ന് മിനുസപ്പെടുത്തി ക്ലിയർ ഞാൻ പറഞ്ഞ ബോട്ടിൽ വാങ്ങിച്ച് അടിച്ചോളുക. ഇത്രയേ ഉള്ളൂ. സിംഗിൾ കളർ വൈറ്റ് അങ്ങനെയല്ല, വൈറ്റ് കളറാണെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് കൊണ്ട് അടിക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് അടിച്ച് ഓടിക്കാവുന്നതാണ് സംഭവങ്ങളൊക്കെ. പെയിൻറ്റിൻ്റെ വില പറയാൻ വേണ്ടി മറന്നുപോയി. നമ്മൾ 50 ഗ്രാമാണ് പെയിൻറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. അതിൻ്റെ വില വന്നത് 120 രൂപയാണ്. പെയിൻറ്റിന് നല്ല വിലയാണ്.